കർത്താവിൻ്റെ നന്ദിയോടുകൂടെ സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാർ, ദൈവജനം എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കൂട്ടായ്മയൊക്കെ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പേ ഞാൻ ഇവിടെ വെച്ച് പറയുകയുണ്ടായി, ദൈവാത്മാവ് ശക്തമായിട്ട് എൻ്റെ വചനധ്യാനത്തിൽ പ്രാർത്ഥനയിൽ ഇടപെട്ട ഒരു വിഷയം. അത് ഒന്ന് സംസാരിച്ച് വേഗം ഇരിക്കുന്നു. ദൈവാത്മാവ് തരുന്ന ആലോചന ലൂക്കോസ് വിശേഷം 22-ാം അധ്യായമാണ് അതിനാധാരം. അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, അതിനകത്തെ ചില വാക്കുകൾ മാത്രം. 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. 3-ാമത്തെ വാക്യത്തിൻ്റെ നടുഭാഗം, യൂദായിൽ സാത്താൻ കടന്നു. 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അടുത്തത് 5-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം, ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞുത്തു. 6-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, അവൻ വാക്കുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ ഭാഗം, യേശുവിനെ ഒടുക്കിക്കളയുവാൻ. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം ധ്യാനിക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അത് സങ്കീർത്തന ഭാഗത്തിലാണ്. അവർ ഒരു ജാതിയാകാതെ നാം അവരെ മുടിച്ചു കളക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത്. പ്രൈസ് ദി ലോർഡ്. ചരിത്രം പരിശോധിച്ച് മുടിച്ചു കളയുവാൻ പേര് ആരും ഇനി ഓർക്കാതെ വണ്ണം ഇല്ലായ്മയുവാൻ പോരാടിയ ശക്തികൾ മുഴുവൻ ക്ഷയിച്ചു മാറിയപ്പോൾ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നിൽപ്പ് അവരെ ഭയപ്പെട്ടുകൊണ്ട് പല രാഷ്ട്രങ്ങളുമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ യേശുവിൻ്റെ ജീവിതത്തെ ഒടുക്കിക്കളയുവാൻ പരീശന്മാരും പുരോഹിതന്മാരും പ്രമാണികളും ഗൂഢാലോചന ചെയ്യുക. ഇതെന്നോട് നിങ്ങളോടുമുള്ള ദൈവശബ്ദമാണ്. നമ്മുടെ ജീവിതയാത്രയുടെ മുന്നേറ്റങ്ങളെ തടുത്തു കളയുവാൻ, ഇരുട്ടിൻ്റെ അധികാരങ്ങൾ നമ്മെ ഒടുക്കിക്കളയുവാൻ കരുക്കുകളെ നീട്ടുമ്പോൾ ഇന്ന് പകൽക്കാലം ഒടുക്കിക്കളയുവാൻ നോക്കിയവരുടെ മുമ്പിൽ കൂടെ യേശുവിനെ കുറിച്ച് ഒരു ഭാഗത്ത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലയത്തിലെ അവിടുത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവനെ മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടുവാൻ തുനിഞ്ഞവരുടെ മുമ്പിൽ കൂടെ അവൻ നടന്നു പോകുവാനായിടയായി. തകർത്ത് കളയുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ കൂടെ നിന്നെ ജയത്തോടെ നടത്തുന്ന ദൈവശക്തി ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്നുണ്ട്. നീ പൗലോസ് അപ്പോസ്തലന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച വാക്യങ്ങൾ സമയക്കുറവ് മൂലം എടുക്കുന്നില്ല. പൗലോസിനെ കൊന്നു കളഞ്ഞിട്ടല്ലാതെ ഭക്ഷണമോ പാനീയമോ കഴിക്കയില്ല എന്ന് പറഞ്ഞ് 40-ൽ പരം യഹൂദന്മാർ കഠിന ശപഥമെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ശപഥമെടുത്തവരുടെ മധ്യത്തിൽ വലിയൊരു സുരക്ഷയിൽ കൂടെ ദേശാധിപതി എത്തേണ്ടിടത്ത് പൗലോസിനെ എത്തിക്കുക. എൻ്റെ ചിന്ത, ദൈവാത്മാവ് എനിക്ക് തന്ന ചിന്ത, ദേശാധിപതിയെ നീ വലിയ സെക്യൂരിറ്റി ഒഴുക്കിയില്ലെങ്കിലും അഭിഷക്തന്റെ ശുശ്രൂഷയ്ക്ക് ദൈവം ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. അവസാനത്തിന് അതിനെ കുത്തും കോമായും ഇടുന്നതിന് മുമ്പ്, അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഘടികാരത്തിൽ ജയത്തിന്റെ വിടുതലിന്റെ സമയത്തെ മറിച്ചു കളയുവാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. കൊന്നുകളയുവാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ദൈവം നമ്മെ ജയത്തോടെ നടത്താൻ പോകുകയാ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി എന്നോട് സംസാരിച്ചു. ദൈവസഭ ഇതറിയിക്കണം. ഇത് അഭിഷക്തന്മാരോട്, ദൈവജനത്തോട്, ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാ. പ്രൈസ് ദി ലോർഡ്. തകർത്ത് കളയുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ പ്രസ്താവിക്കും. ശൗലിന്റെ കുന്തമുനയിൽ ഒതുങ്ങുന്നതല്ല എൻ്റെ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം. അബ്ശാലോമിന്റെ ആലോചനയാൽ തകർത്ത് കളയപ്പെടുന്നതല്ല ദാവീദിന്റെ മേലുള്ള ദൈവത്തിന്റെ നിർണയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവനെ ഒടുക്കിക്കളയുവാൻ പ്രാർത്ഥിക്കണമേ. ഒടുക്കിക്കളയുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ തേജസ്സിന്റെ ശുശ്രൂഷ ദൈവാത്മാവ് ചെയ്യിപ്പിക്കും. അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവം ചെയ്യിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ നടക്കുമ്പോൾ
ദൈവികമായ വഴിയിൽ ചിന്താഗതികൾ മാറിയ പൗലോസിൻ്റെ ആ വേദന കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ വേദനയും അത് തന്നെ. യേശു ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഏകാഗ്രതയിൽ, നിർമ്മലതയിൽ, ദൈവപരിജ്ഞാനത്തിൽ യേശുവിനോട് ചേർന്ന് നാം നടക്കണം. യേശുവിനോട് കൂടെ ചേർന്ന് നടന്നാൽ ലോകത്തിൻ്റെ ഒരു ചങ്ങാത്തം, ആ ചങ്ങാത്തം എവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്നറിയാമോ? അരുമനാഥനെ ഒറ്റിക്കൊടുക്കുന്നിടത്ത്. സ്നേഹിത, നീ ചുംബനം കൊണ്ടോ എന്നെ കാണിച്ചു കൊടുക്കുന്നത്? ആ ശബ്ദം കേട്ടിട്ട് പോലും അവൻ അവിടെ വെച്ച് ഒരു വലിയ മാനസാന്തരം ഉണ്ടായില്ല. ചിന്ത മുഴുവൻ 30 വെള്ളിക്കാശിൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്നും ശുശ്രൂഷിക്കുന്ന രീതി ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് സംസാരിക്കണം, ഇത് സംസാരിക്കണം. കർത്താവ് വരാൻ സമയമായി. യേശുവിനോട് മാത്രം നമുക്ക് ചേർന്ന് നടക്കാം. ലോകവുമായിട്ട് നമുക്ക് ചങ്ങാത്തം വേണ്ട. നമ്മുടെ തലമുറകൾക്ക് ചങ്ങാത്തം വേണ്ട. ഇതെവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്നറിയാമോ? യേശുവിനെ ഒറ്റുകൊടുക്കും. പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ആലോചന കൈമാറുന്നുണ്ട്. കൂടെ കൂടെ നാം ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരാകുക, അവിടുത്തെ മുറിവുകൾക്ക് വേദന വരുത്തുന്നവരാകുക. അങ്ങനെയായി തീരാതെ ദൈവസന്നിധിയിൽ വിശുദ്ധരായി, ഒരു വിശുദ്ധ ഗണമായി നമുക്ക് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ ഹല്ലേലൂയ പിടിച്ച് ബന്ധിക്കുന്നവർക്ക് വഴിയൊരുക്കുന്നതിന് കാരണം നാം ആകരുത്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ